അതായത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. നമ്മളും ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ ചില കുരുക്കുകൾ നമ്മൾ സ്വയം ഉണ്ടാക്കുന്നതാണ്. ഈ കുരുക്ക് ദൈവം അഴിക്കുകയില്ല, ഇത് നമ്മൾ തന്നെ അഴിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതായത് നമ്മൾ സ്വയം ഉണ്ടാക്കുന്ന കുരുക്കുകൾ നമ്മൾ തന്നെ അഴിക്കണം. ദൈവത്തിന് നമ്മളോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, സ്നേഹ കൂടുതൽ കൊണ്ടാണ് അങ്ങനെ ഒരവസ്ഥ നമുക്ക് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഞാൻ ആവർത്തിക്കുന്നു, ദൈവം നമ്മളെ അങ്ങ് എറിഞ്ഞു കളഞ്ഞത് കൊണ്ടല്ല, ദൈവത്തിന് നമ്മളോട് കൂടുതൽ ബഹുമാനമുള്ളത് കൊണ്ട്, നമ്മെ കൂടുതൽ സ്നേഹിക്കുന്നത് കൊണ്ട്, നമ്മുടെ കഴിവിൽ വിശ്വാസമുള്ളത് കൊണ്ട്, നമ്മളുടെ കോൺഫിഡൻസിൽ ദൈവത്തിന് ഉറപ്പുള്ളത് കൊണ്ട്, നമ്മളുടെ മനഃശക്തിയിലും നമ്മുടെ യുക്തി ബോധത്തിലുമൊക്കെ ദൈവത്തിന് നല്ല ഉറപ്പുള്ളത് കൊണ്ട് ദൈവം പറയും, എൻ്റെ കൊച്ച് ആ പ്രശ്നം പരിഹരിക്കും. അവൻ ഉണ്ടാക്കിയ കുരുക്കാണ്, പക്ഷേ അവൻ തന്നെ ഈ കുരുക്ക് അഴിക്കും. ഒരു മനുഷ്യൻ ജനക്കൂട്ടത്തിൽ നിന്ന് വന്നിട്ട് വലിയ പ്രതീക്ഷയോട് പറയാണ്, കർത്താവേ, നീ വിചാരിച്ചാൽ എൻ്റെ ഈ കുരുക്ക് അഴിച്ചു തരാൻ പറ്റും. അവൻ വലിയൊരു കുരുക്കിലാണ്. കുരുക്കെന്താണ്? സഹോദരനോടൊത്ത് ജീവിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ആത്മീയതയെ എത്ര പ്രാർത്ഥിച്ചിട്ടും ഒരു ആത്മീയ പുരോഗതി ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു സത്യം അറിഞ്ഞതുകൊണ്ടുമാണ് ദൈവം നമ്മളോട് ഈ ഒരു വചനത്തിലൂടെ ഈ ബോധ്യം തരുന്നത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധയോടെ നമുക്ക് ഈ സന്ധ്യയിൽ ഈശോയുടെ സന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്വരമേർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതായത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. നമ്മളും ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. പല പ്രശ്നങ്ങളും ദൈവം നമുക്ക് സെറ്റിൽ ചെയ്ത് തരും, അഴിച്ചു തരും. കാരണം ദൈവത്തിനറിയാം, നമ്മൾ എത്ര ശ്രമിച്ചാലും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയില്ല. എത്ര ശ്രമിച്ചാലും പല പ്രശ്നങ്ങൾക്കും പരിഹാരം നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. അതുകൊണ്ട് ദൈവം ചില പ്രശ്നങ്ങൾ നേരിട്ട് ഇടപെട്ട് പരിഹരിക്കും. ഒരു ഉദാഹരണം പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഈശോ ഒരിക്കൽ കടലിലൂടെ ശിഷ്യന്മാരോടൊത്ത് ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. സഞ്ചരിക്കുമ്പോൾ പെട്ടെന്ന് കാറ്റും കോളുമുണ്ടായി. ഗലീലി കടലിൽ തിരകൾ ഇളകി മറിഞ്ഞു. ശിഷ്യന്മാർ മുങ്ങിച്ചാകും എന്ന അവസ്ഥയെത്തി. ശിഷ്യന്മാർക്കൊന്നും ചെയ്യാൻ പറ്റാതായി. അവരുടെ ശ്രമവും അധ്വാനവും തുഴച്ചിലും അവരുടെ കഴിവുകളും എല്ലാം പ്രയോഗിച്ചിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ അവർ ദൈവത്തെ വിളിച്ചു, ദൈവമേ എഴുന്നേക്കണേ, ഞങ്ങൾ നശിക്കാൻ പോന്നേ. എന്താണ് ദൈവം ചെയ്തത്? ദൈവത്തിന് എഴുന്നേറ്റിട്ട് അവരോട് പറയും, കാറ്റിനോട് കടലിനോട് പറയുന്നുണ്ട്, കാറ്റേ അടങ്ങുക, കടലേ ശാന്തമാകുക. പ്രശ്നം തീർന്നു. കാരണം ഇത് ശിഷ്യന്മാർ വിചാരിച്ചാൽ ഈ കാറ്റിനെ നിയന്ത്രിക്കാൻ പറ്റില്ല, കടലിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ദൈവം ഇടപെട്ടാലേ പല കേസുകളും സെറ്റിലാക്കാൻ പറ്റും. ഇത് ജീവിതത്തിൻ്റെ ഒരു വഴി, ഒരു ഭാഗമാണ്. എന്നാൽ ജീവിതത്തിൻ്റെ മറ്റൊരു പുറമുണ്ട്. ഇതാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത പല പ്രശ്നങ്ങളുമുണ്ട്. അത് ദൈവം നേരിട്ട് ഇടപെട്ടാലേ പറ്റും. ഉദാഹരണത്തിന്, നമുക്ക് ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ക്യാൻസറാണെന്ന് അറിഞ്ഞുകൂടാ? ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, നമ്മൾ 112-ാം വയസ്സിൽ മരിക്കുകയല്ല എന്നുള്ള രീതിയിലായിരിക്കുന്നത്. പക്ഷേ സ്കാൻ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മുടെ വിഷയം. നമുക്കെല്ലാം 4th സ്റ്റേജ് ആയിക്കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, ദൈവം ഇടപെട്ടാലേ പറ്റും. ഇങ്ങനെ പല വിഷയങ്ങളുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ നമുക്ക് പറ്റുന്നതായ വലിയ ദുരന്തങ്ങൾ നമ്മൾ വിചാരിച്ചാൽ ഒന്നും അത് മാറ്റാൻ പറ്റില്ല, ദൈവം ഇടപെട്ടാലേ പറ്റും. അങ്ങനൊരു വിഷയമുണ്ട്. എന്നാൽ ഇതിന് ജീവിതത്തിന് മറുപുറമുണ്ട്. ഇതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ ചില കുരുക്കുകൾ നമ്മൾ സ്വയം ഉണ്ടാക്കുന്നതാണ്. ഈ കുരുക്ക് ദൈവം അഴിക്കുകയില്ല, ഇത് നമ്മൾ തന്നെ അഴിക്കണമെന്നാണ് ദൈവം
ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതായത് നമ്മൾ സ്വയം ഉണ്ടാക്കുന്ന കുരുക്കുകൾ നമ്മൾ തന്നെ അഴിക്കണം. ദൈവത്തിന് നമ്മളോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, സ്നേഹ കൂടുതൽ കൊണ്ടാണ് അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഞാൻ ആവർത്തിക്കുന്നു, ദൈവം നമ്മളെ അങ്ങ് എറിഞ്ഞു കളഞ്ഞത് കൊണ്ടല്ല, ദൈവത്തിന് നമ്മളോട് കൂടുതൽ ബഹുമാനമുള്ളത് കൊണ്ട്, നമ്മെ കൂടുതൽ സ്നേഹിക്കുന്നത് കൊണ്ട്, നമ്മുടെ കഴിവിൽ വിശ്വാസമുള്ളത് കൊണ്ട്, നമ്മളുടെ കോൺഫിഡൻസിൽ ദൈവത്തിന് ഉറപ്പുള്ളത് കൊണ്ട്, നമ്മളുടെ മനഃശക്തിയിലും നമ്മുടെ യുക്തി ബോധത്തിലുമൊക്കെ ദൈവത്തിന് നല്ല ഉറപ്പുള്ളത് കൊണ്ട് ദൈവം പറയും, എൻ്റെ കൊച്ച് ആ പ്രശ്നം പരിഹരിക്കും. അവൻ ഉണ്ടാക്കിയ കുരുക്കാണ്, പക്ഷേ അവൻ തന്നെ ഈ കുരുക്ക് അഴിക്കും. ഇത് ദൈവത്തിന് ഉറപ്പുണ്ട്. വിശ്വസിക്കുന്നവർ പറ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, യോഹന്നാൻ 8:31 വചനം പറയുകയാണ്, തന്നിൽ വിശ്വസിച്ച യഹൂദരോട് ഈശോ പറഞ്ഞു, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. നിങ്ങൾ സത്യം അറിയും, നിങ്ങൾ കഴിവുള്ളവരാണെന്ന് എന്ന്, നിങ്ങൾക്ക് പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിവുണ്ട് എന്ന് അന്ന് സത്യം നിങ്ങൾ അറിയും. അപ്പോൾ ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഈ കാലഘട്ടത്തിൽ കണ്ടുവരുന്നൊരു പ്രവണതയാണ്, എല്ലാം ദൈവം നടത്തിക്കൊള്ളും, എല്ലാം ദൈവം നടത്തും, ദൈവം അറിയാതൊന്നും നടക്കുകയല്ല. ദൈവം ശരിയാണ്, എല്ലാം ദൈവം നടത്തും, ദൈവം അറിയാതൊന്നും നടക്കുക, ഇതെല്ലാം സത്യമാണ്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അഴിഞ്ഞു കിട്ടുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? ഇത് ഞാൻ തന്നെ അഴിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഞാനൊരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 13-14 വാക്യങ്ങളൊന്ന് വായിക്കാം. യോഹന്നാൻ 12-ാം അധ്യായം 13-14 വാക്യങ്ങൾ. ഈന്തപ്പനയുടെ കൈകൾ എടുത്തുകൊണ്ട്, ക്ഷമിക്കണം, ലൂക്കായുടെ സുവിശേഷമാണ് 12-ാം അധ്യായം, ലൂക്ക 12-ന്റെ 13-14 വാക്യങ്ങൾ വായിക്കും. ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ അവനോട് പറഞ്ഞു, ഗുരോ, പിതൃസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കാൻ എന്റെ സഹോദരനോട് കൽപ്പിക്കണമേ. യേശു അവനോട് ചോദിച്ചു, ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗിക്കുന്നവനോ ആയി ആര് നിയമിച്ചു? ഇതാണ് ശ്രദ്ധയോടെ നമ്മളതിന് വായിച്ചു കേൾക്കാം. ഒരിക്കൽ കൂടെ വായിച്ചു കേട്ടെ, നല്ലൊരു വചനമാണ്. ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ അവനോട് പറഞ്ഞു, ഗുരോ, പിതൃസ്വത്ത് ഞാനുമായി പങ്കുവെക്കാൻ എന്റെ സഹോദരനോട് കൽപ്പിക്കണമേ. യേശു അവനോട് ചോദിച്ചു, ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗിക്കുന്നവനോ ആയി ആര് നിയമിച്ചു? ഇതാണ് ഈശോയുടെ നിലപാട്. ഒരു മനുഷ്യൻ ജനക്കൂട്ടത്തിൽ നിന്ന് വന്നിട്ട് വലിയ പ്രതീക്ഷയോട് പറയാണ്, കർത്താവെ, നീ വിചാരിച്ചാൽ എൻ്റെ ഈ കുരുക്ക് അഴിച്ചു തരാൻ പറ്റും. അവൻ വലിയൊരു കുരുക്കിലാണ്. കുരുക്കെന്നാണ്, സഹോദരനോടൊത്ത് ജീവിക്കാൻ പറ്റുന്നില്ല. അവൻ്റെ കുരുക്ക് അവൻ്റെ പിതൃസ്വത്ത്, കുടുംബസ്വത്ത് ഒന്ന് ഭാഗിച്ചു കിട്ടണം. ഇത് ജന്മം ചെയ്ത ചേട്ടൻ അല്ലെ അനിയൻ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, പ്ലീസ് എൻ്റെ വീട്ടിൽ വരെ ഒന്ന് വരണം, നീ വാ കർത്താവേ, നീ ഇറങ്ങി വാ, ഈ പ്രശ്നം ഒന്ന് തീർത്താ. ഈശോ എടുത്ത വായി പറഞ്ഞു, ദാറ്റ്സ് നൺ ഓഫ് മൈ ബിസിനസ്, പൊടാന്ന്. ഈ കേസ് ദൈവം ഏറ്റെടുക്കുകയല്ല. കാരണം എന്താണെന്നറിയാമോ? ഈ കുരുക്ക് ഇവൻ ഉണ്ടാക്കിയ കുരുക്ക്. ഇത് ഇവൻ വിചാരിച്ചാൽ അഴിക്കാവുന്നുള്ളതേ ഉള്ളൂ. വീട്ടിൽ വെച്ച 5 സെന്റ് സ്ഥലം എനിക്ക് വേണ്ട എന്ന് ഇവൻ വെച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം തീർന്നേനെ. ഇവൻ ഇത് കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, കർത്താവേ, ഇറങ്ങി വാ കർത്താവേ, കർത്താവേ ഇങ്ങോട്ട്. കർത്താവ് പറഞ്ഞു, നോ നോ നോ, ഇവൻ 110 വയസ്സ് വരെയും കർത്താവേ വാ, കർത്താവേ സെറ്റിൽ ചെയ്ത് താ. കർത്താവ് വരികയല്ല. കർത്താവ് പറഞ്ഞത് ഹെയ്ത്തിറേ എന്നൊരു വാക്കാണ്. ഹേ മനുഷ്യ എന്ന് പറഞ്ഞാൽ ഒരിക്കലും കർത്താവ് അങ്ങനെയൊന്നും ഉപയോഗിക്കുന്നതല്ല വാക്ക്. ഹേ മനുഷ്യ, എന്നെ നിന്റെ സ്വത്ത് ഭാഗിക്കുന്നവനായിട്ട് ആരാ നിയമിച്ചേ? പോയെൻ്റെ മുമ്പിൽ നിന്ന്. എന്താ കാര്യം? ഈ പ്രശ്നം ഇത് നമ്മൾ സെറ്റിൽ ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വിഷയം ഇതാണ്. ദൈവം അഴിച്ചു തരുന്ന കുരുക്കുകളുണ്ട്. നമ്മൾ തന്നെ ആർജിച്ചെടുക്കേണ്ട ശക്തിയിൽ നിന്ന്, തീരുമാനങ്ങളിൽ നിന്ന്
നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ട മേഖലകളും ഉണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കൽ എന്നെ കാണാൻ വേണ്ടിയിട്ട് അങ്കമാലിയിൽ നിന്നൊരു ഫാമിലി വന്നു. ഞാൻ ഓർക്കുന്നു, അത് സംഗീത ഭവനിലിരിക്കുമ്പോഴാണ്. അവിടെ വന്നപ്പോൾ അവിടെ ഈ അപ്പനും അമ്മയും മകനെയും കൊണ്ടുവന്നിരിക്കും. 30ഓളം വയസ്സുള്ള മകൻ. വിവാഹമൊന്നും നടന്നിട്ടില്ല. ഞാൻ വിചാരിച്ചു വിവാഹം നടക്കാത്തതുകൊണ്ടാണ് വരുന്നത്. പക്ഷേ പ്രശ്നം ഇതാണ്, അവനോട് സംസാരിച്ചിട്ട് എനിക്ക് മനസ്സിലായി ഈ അപ്പനും അമ്മയും ഇവനെ കൊണ്ടുപോകാത്ത സ്ഥലമില്ല. അതുകൊണ്ടാണ് അങ്കമാലിയിൽ നിന്ന് പത്തനംതിട്ട വരെ കൊണ്ടുവന്നിരിക്കുകയാണ്. എന്തിനാണ്? ഇവൻ്റെ ജീവിതത്തിൽ ഇവൻ ഡിഗ്രി വരെ വളരെ മിടുക്കനായിരുന്നു. സ്കോളർഷിപ്പോടുകൂടി പാസ്സായവൻ, എല്ലാ അർത്ഥത്തിലും ഭയങ്കര കഴിവുള്ളവൻ. ഇവനെ വിദേശത്ത് വിട്ടൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി എല്ലാം മാതാപിതാക്കൾ സെറ്റ് ചെയ്തു. പക്ഷേ ഡിഗ്രി ഫൈനൽ സെമസ്റ്ററിൻ്റെ എക്സാം ഇവൻ എഴുതിയില്ല. ഇവൻ പിന്നീട് ഒരിക്കലും ഡിഗ്രി പാസ്സായിട്ടില്ല. ഡിഗ്രി പാസ്സായില്ല. ഞാൻ ചോദിച്ചു, ഇത്രയും മിടുക്കനോ? അതെ അച്ഛാ, മാലാഖ കുഞ്ഞായിരുന്നു, കഴിവുള്ളവനായിരുന്നു. പക്ഷേ ഇവനെ ഞങ്ങൾ കൊണ്ടുപോകാത്ത ധ്യാനകേന്ദ്രങ്ങളില്ല, ധ്യാന ഗുരുക്കന്മാരുടെ ഇടയിലില്ല, ഇവനെ ഞങ്ങൾ കൊണ്ടുപോകാത്ത സൈക്യാട്രിക് കേന്ദ്രങ്ങളിലില്ല. അച്ഛാ, ഇവന് മനോരോഗം വല്ലതുമാണോ? ഇത്രയും അടുത്ത് കൊണ്ടുപോയിട്ട് ഇനി എൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ ശരിയാവും. അതുകൊണ്ട് ഞാൻ അവനെ കുറേ നേരം ചേർത്ത് പിടിച്ചിട്ട് ഇച്ചിരി സ്നേഹമൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, കർത്താവ് അവനെ അനുഗ്രഹിക്കാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു വിട്ടു. സംഭവം ഇത്രയേ ഉള്ളൂ. ഇവൻ ഡിഗ്രിയുടെ ഫൈനൽ എക്സാം എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്നാണ് ഒരാലോചന ഇവൻ്റെ ചേച്ചിക്ക്, മൂത്ത പെങ്ങൾക്ക് വന്നു. വീട്ടുകാർ കല്യാണം ഉറപ്പിച്ചു. അപ്പോൾ ഫൈനൽ സെമസ്റ്ററിൻ്റെ എക്സാമിൻ്റെ സമയത്താണ് ഇവർ കല്യാണം ഉറപ്പിച്ചത്. ഇവൻ പറഞ്ഞു, ആ ആഴ്ചയോടെ കഴിഞ്ഞിട്ട്, എൻ്റെ പരീക്ഷയോടെ കഴിഞ്ഞിട്ട് കല്യാണം ഉറപ്പിച്ചുകൂടെ? അപ്പനും അമ്മയും പറഞ്ഞു, എടാ നല്ലൊരു ആലോചനയാണ്. മാത്രമല്ല ആ ചെറുക്കൻ്റെ അനിയനും ചേട്ടനും ഒക്കെ വിദേശത്തുനിന്ന് വരുന്ന, അവർക്ക് സമയമൊന്നുമില്ല, അതുകൊണ്ട് ആ ഡേറ്റിലേ ഉള്ളൂ. അതുകൊണ്ട് കല്യാണം അങ്ങ് ഫിക്സ് ചെയ്ത്, നീ എടുക്കണം, നീ പരീക്ഷയൊക്കെ ജയിച്ചോളൂ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അവൻ ആ പരീക്ഷ എഴുതിയില്ല. പിന്നീട് ഒരിക്കലും അവൻ പരീക്ഷ എഴുതിയിട്ടില്ല. ഇന്ന് മാതാപിതാക്കൾ അവനെ കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അവൻ്റെ മനസ്സിൽ ഒരു ചിന്ത വന്നു, എൻ്റെ അപ്പനും അമ്മയും ഇത്രയും നാൾ എന്നോട് കാണിച്ചതെല്ലാം ഒരു ഷോ ആയിരുന്നു. അവർക്ക് എൻ്റെ ചേച്ചിയോടായിരുന്നു സ്നേഹം, അവരുടെ കാര്യം അവർ വിജയിച്ചു, എന്നെ കേൾക്കാൻ മനസ്സ് കാണിച്ചില്ല. ഈ ചെറുക്കൻ്റെ ജീവിതത്തിലേക്ക് ഈ അപ്പനും അമ്മയും ഒരു കുരുക്കങ്ങിട്ടു. എന്നിട്ട് അവർ ധ്യാനകേന്ദ്രങ്ങളിൽ കൊണ്ടുവന്നിട്ട് പറയാണ്, അച്ഛാ കുരുക്കൊന്ന് അഴിച്ചു തന്നു. ഈ കുരുക്ക് ആർക്കാണ് അഴിക്കാൻ എളുപ്പം? ഈ കുരുക്കിട്ടവർക്കാണ് ഇത് അഴിക്കാൻ എളുപ്പം. ഒരു ഗുരു പണ്ട് ഒരു നല്ല ടവൽ എടുത്തിട്ട് ഒരു കെട്ടിട്ടിട്ട് ശിഷ്യന്മാരെ കാണിച്ചു. ശിഷ്യന്മാർ പറഞ്ഞു, നല്ലൊരു ടവലായിരുന്നു, അതിങ്ങനെ കെട്ടിട്ട് കിടക്കുക, കുളമാക്കിയല്ലോ എന്ന് പറഞ്ഞു. വീണ്ടും ഗുരു 2 കെട്ടിട്ട് കാണിച്ചിട്ട് പറഞ്ഞു, ഇപ്പോഴോ? ശിഷ്യന്മാർ പറഞ്ഞു, ഇനി ഒരു കാശിന് ഇത് കൊള്ളുകയല്ല, കെട്ട് വീണ ജീവിതം, കുരുക്ക് വീണു, ഇനി രക്ഷയില്ല, തീർന്നു. അപ്പോൾ ഗുരു ചോദിച്ചു, ഇനി എന്ത് ചെയ്യും? ശിഷ്യന്മാർ പറഞ്ഞു, കുരുക്കഴിക്കണം, കെട്ടഴിക്കണം. അപ്പോൾ ഗുരു ചോദിച്ചു, ആരഴിക്കും? കെട്ടിയവൻ അഴിക്കണം. കെട്ടിയവനല്ല, ഈ കുരുക്ക് കെട്ടിയ ആളിത് അഴിക്കാം, അയാൾക്കാണിത് എളുപ്പം. ഈ കുരുക്കാരിട്ടോ ആ ആള് ഇതഴിക്കാനാണ് എളുപ്പം. ഈ മാതാപിതാക്കൾ ഈ മകൻ്റെ മേലിട്ട കുരുക്ക്, അവനോടൊരൽപ്പം കരുണ, സഹാനുഭൂതി, അവനെ ഒന്ന് കേൾക്കാൻ മനസ്സ് കാണിച്ചിരുന്നെങ്കിൽ അവന് ജീവിതത്തിൽ കെട്ടുവീഴുകയല്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, അനേക സംഭവങ്ങൾ ഇങ്ങനെ കൊണ്ടുവരാറുണ്ട്. എത്ര ഡെലിവറൻസ് കൊടുത്താലും പ്രാർത്ഥിച്ചാലും ഇത് അഴിയല്ല, ഇങ്ങനെ കിടക്കും. കാരണം ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിൽ നാം ഉണ്ടാക്കുന്ന കുരുക്കുകൾ നാം തന്നെ അഴിക്കണം. അതിനുള്ള കഴിവും ജ്ഞാനവും പ്രാപ്തിയും ബലവും പ്രാഗൽഭ്യവും ദൈവം നമുക്ക് തരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ടാണ് വീണ്ടും ഈശോ ഒരു ഉപമ, ചെറിയൊരു ഉപമയാണ്, അതിനകത്തൊരു സന്ദേശം നൽകുന്നത്. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ തന്നെയാണ്. അതിൻ്റെ 58-ാം വാക്യത്തിൽ ഈശോ നമുക്കൊരു ഉപദേശം തരികയാണ്. ലൂക്ക 12:58 വായിക്കാം. നീ നിന്റെ ശത്രുവിനോടുകൂടെ അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ അവനുമായി രമ്യതപ്പെട്ടുകൊള്ളുക. അല്ലെങ്കിൽ അവൻ നിന്നെ ന്യായാധിപന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയും ന്യായാധിപൻ നിന്നെ കാരാഗൃഹ പാലകനെ
ഏൽപ്പിക്കുകയും അവൻ നിന്നെ തടവിലാക്കുകയും ചെയ്യും. അവസാനത്തെ തുട്ടുവരെ കൊടുക്കാതെ നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പറയുന്നത് ആരാണ്? ദൈവം പറയാണ്. രണ്ടുപേരും കൂടെ കോടതിയിലേക്ക് പോവുകയാണ്. കോടതിയിലേക്ക് പോകാൻ പ്രശ്നപരിഹാരത്തിന് വേണ്ടി കോടതിയിലേക്ക് അല്ലെങ്കിൽ അധികാരികളുടെ അടുത്തേക്ക് അല്ലെങ്കിൽ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പോവുകയാണ്. പോകുന്ന വഴിയിൽ തന്നെ കർത്താവ് പറയാണ്, നീ പോകുമ്പോൾ തന്നെ ഈ നിന്റെ എതിരാളിയോട് രമ്യപ്പെട്ടോണം. അപ്പോൾ നമ്മൾ ചോദിച്ചേ, കർത്താവെ, അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ലല്ലോ, സർവശക്തനെ ഇറങ്ങി വന്ന് അവൻ്റെ അവിടെ മനസ്സങ്ങ് മാറ്റണമേ, പ്രശ്നം ഡിലീറ്റ് ചെയ്ത് കളയരുത്. ദൈവമേ, നിനക്കെന്താ അസാധ്യമല്ലല്ലോ ഇതൊന്നും, നീ എന്താ എന്ന് ഇടപെടാത്തെ? കർത്താവ് പറയാണ്, ഈ കുരുക്ക് നീയാണ് അഴിക്കേണ്ടത്. നീ ഉണ്ടാക്കി വെച്ചൊരു കുരുക്കാണ്. നീ അവനോടൊപ്പം കോടതിയിലേക്ക് പോകുമ്പോൾ, ന്യായാധിപന്റെ അടുത്തേക്ക് പോകുന്നതിന് മുൻപ് ഈ പ്രശ്നം നീ തന്നെ സെറ്റിൽ ചെയ്യണം. ഇല്ലെങ്കിൽ അവൻ നിന്നെ കാരാഗ്രഹത്തിൽ ഏൽപ്പിക്കും. അവസാനത്തെ തൊട്ട് കൊടുത്തു തീർക്കും വരെ നീ അവിടെ കിടന്ന് നരകയാതന അനുഭവിക്കണം. ഇത് പറയുന്ന ആരാ? സർവശക്തനായ ദൈവം. പ്രിയപ്പെട്ടവരെ, ഉത്തരം ഇത്രയേ ഉള്ളൂ. നീ ആർജിച്ചെടുക്കേണ്ട, ഞാൻ ആർജിച്ചെടുക്കേണ്ട, ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മുടെ ദൗത്യബോധം നഷ്ടപ്പെടരുത്. നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ നാം നിറവേറ്റേണ്ടത് ചെയ്യാതെ ദൈവമേ ദൈവമേ എന്ന് 24 മണിക്കൂർ നിലവിളിച്ചാലും തിരിച്ചു വന്നിട്ട് വീണ്ടും ഈ പ്രശ്നത്തിൽ അപ്പോൾ പിന്നെ ദൈവം വേണ്ടേ? പ്രാർത്ഥന വേണ്ടേ? സ്നേഹമുള്ളവരെ, പ്രാർത്ഥനയും വചനവും ഒന്നും കുറവുണ്ടായിട്ടല്ല പത്തനംതിട്ടയിലൊക്കെ ഇത് സംഭവിക്കുന്നത്. എന്തോരം പ്രാർത്ഥനകൾ, എന്തുമാത്രം വചനങ്ങൾ, ദൈവസൂക്തങ്ങൾ, എന്തുമാത്രം കൺവെൻഷനുകൾ, എന്തുമാത്രം ധ്യാനകേന്ദ്രങ്ങൾ അല്ലെങ്കിൽ പള്ളിയിൽ പ്രാർത്ഥനാ ശുശ്രൂഷകൾ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, നമുക്ക് ഈ പത്തനംതിട്ടയിലുള്ള അത്രയും വിശ്വാസാചാര അനുഷ്ഠാനങ്ങൾ വേറെ എവിടെയുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? ഇത്രയുള്ള കാര്യം, ഇത്രയും സാക്ഷര കേരളം എന്ന് പറയുന്ന, പ്രബുദ്ധ നാടെന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ. അറിയേണ്ടത് നമ്മൾ അറിയുന്നില്ല. അറിയാത്തതെല്ലാം പഠിച്ചു വെക്കാം, അറിയേണ്ടത് പഠിക്കുന്നില്ല. എന്താണ് വിദ്യാഭ്യാസം? എന്താണ് പ്രബുദ്ധത? എന്താണ് സാക്ഷരത? അറിയേണ്ടത് അറിയണം. എല്ലാം പഠിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ അറിവുകൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടും കാര്യമില്ല. അടിച്ചേൽപ്പിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കിക്കൊള്ളണം, അതിനകത്ത് എന്തോ മായമുണ്ട്. പരസ്യങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? വീണ്ടും 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 അടിച്ചടിച്ചേൽപ്പിക്കുകയാണ്. എന്നിട്ട് എപ്പോഴേ മനസ്സിലാക്കിക്കൊള്ളണം, എന്തോ മായമുണ്ട്, സൂക്ഷിച്ചു വേണം. അടിച്ചേൽപ്പിക്കുന്നതിനകത്ത് മായമുണ്ട്. സത്യം ആളുകൾ അന്വേഷിച്ച് വന്നോളും. അത് അടിച്ചേൽപ്പിക്കേണ്ടതല്ല. പലരും പറയും, അച്ഛാ ആളുകൾ അങ്ങോട്ട് വരുന്നില്ലല്ലോ, ആൾക്കൂട്ടം. സ്നേഹമുള്ളവരെ, സത്യം അത് അന്വേഷിച്ച് കണ്ടെത്തി ആളുകൾ വരും. അതുകൊണ്ട് അറിയേണ്ടത് നമ്മൾ അറിയണം, സത്യം നമ്മൾ അറിയണം. എല്ലാം ഒന്നും അറിഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇവിടെ ഈ പയ്യനെക്കുറിച്ച് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അവൻ്റെ ജീവിതത്തിൽ എന്തോരം കഴിവുള്ള ഒരു പയ്യനായിരുന്നു. മാലാഖയ്ക്കടുത്ത സ്വഭാവം, ധാരാളം നന്നായി പഠിക്കുന്നു. മാതാപിതാക്കൾക്കൊരു അനുഗ്രഹമായി അവൻ മുന്നോട്ട് വന്നതാണ്. അവൻ വളരെ പോസിറ്റീവ് എനർജിയുള്ള ഒരു പയ്യനായിരുന്നു. എൻ്റെ മാതാപിതാക്കൾ അവനെക്കുറിച്ച് പറഞ്ഞപ്പോൾ, അവന് കിട്ടിയ സമ്മാനങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ, സർട്ടിഫിക്കറ്റുകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാൻ ഇത്ര ചെറുപ്പത്തിലെ വളരെ സാധ്യതയുള്ളൊരു പയ്യൻ, പക്ഷേ അവൻ്റെ ചിറകറ്റുപോയി. കാരണം എന്താണ്? മാതാപിതാക്കളുടെ ചില ഇഷ്ടങ്ങൾ അവൻ്റെ മേലടിച്ചേൽപ്പിച്ച്, അല്ലെങ്കിൽ മറ്റു പലരുടെയും ചില ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിച്ചു. അതോറിറ്റേറിയനിസം. ഞാനൊരു കഥ വായിച്ചത് ഓർക്കുന്നതാണ്, അതുകൂടെ പറയുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമാകും. പണ്ട് ഈ കാട്ടിലുള്ള എല്ലാ ജീവജാലങ്ങളും കൂടെ ചേർന്ന് ഒരു യൂണിവേഴ്സിറ്റി നടത്താൻ തീരുമാനിച്ചു. സർവകലാശാല, സർവ വിജ്ഞാന വിദ്യാലയം. അപ്പോൾ അതിനകത്തൊരു മുയലാണ് വൈസ് ചാൻസലറായിട്ടിരിക്കുന്നത്. ലക്ഷ്യം ഇതാണ്, എല്ലാവരും എല്ലാം പഠിച്ചിരിക്കണം. എല്ലാവരും എല്ലാം പഠിച്ചിരിക്കും. പരുന്ത് നന്നായിട്ട് പറക്കും, പക്ഷേ മാള ഉണ്ടാക്കാനും പഠിച്ചിരിക്കണം. വരാല് നന്നായിട്ട് നീന്തും, പക്ഷേ പറക്കാനും പഠിച്ചിരിക്കണം. അണ്ണാൻ നന്നായിട്ട് ചാടും, പക്ഷേ നീന്താനും പഠിച്ചിരിക്കണം.
കുരങ്ങൻ നന്നായിട്ട് ഡാൻസ് കളിക്കുക, അല്ലെ തുള്ളിച്ചാടും. പക്ഷേ കുരങ്ങൻ ധ്യാനം പഠിച്ചിരിക്കണം, ശാന്തമായിട്ടിരിക്കാൻ പഠിക്കണം. ഇങ്ങനെ എല്ലാ ജീവജാലങ്ങളും എല്ലാം പഠിച്ചിരിക്കണം. വൈസ് ചാൻസലറോട് പറഞ്ഞു, മൊയിൽ നന്നായിട്ട് ചാടും നല്ല, പക്ഷേ മരം കയറാനും പഠിച്ചിരിക്കണം. അങ്ങനെ എല്ലാം പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് പരുന്തിൻ്റെ മാളം ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ് നഖവും ചുണ്ടും എല്ലാം പൊളിഞ്ഞു. അണ്ണാൻ നീന്താൻ ഒരു കണക്കിന് പോയതാണ്, മുങ്ങിച്ചാകാഞ്ഞത് ഭാഗ്യം. അങ്ങനെ എല്ലാവരുടെയും പഠിത്തം കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് നിന്ന്. തവള മാത്രമേ ഉള്ളൂ ആവറേജ് രക്ഷപ്പെട്ടു, 40 മാർക്ക് വാങ്ങിച്ച് ജയിച്ചത്. ബാക്കി എല്ലാവരും പരാജയപ്പെട്ടു. ഇവിടാണോ? ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ആർക്കും എല്ലാം പഠിച്ചെടുക്കാൻ പറ്റില്ല. ഈ ഭൂമിയിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അറിയേണ്ടത് പഠിക്കുന്നതാണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു കഴിവുണ്ട്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന മനസ്സിൻ്റെ ഒരു ഇച്ഛാശക്തിയുണ്ട്. എല്ലാം ദൈവം തന്നുകൊള്ളുമെന്ന് കരുതുന്നതും എല്ലാം എനിക്ക് സാധ്യമാണെന്ന് പറയുന്നതും മണ്ടത്തരമാണ്. ശ്രദ്ധിക്കണം. ഒന്ന്, എല്ലാം ദൈവം തന്നുകൊള്ളും, ദൈവം നോക്കിക്കൊള്ളുമെന്ന് പറയുന്നതും എല്ലാം എന്നെ കൊണ്ട് പറ്റും, എനിക്ക് ദൈവം വേണ്ട എന്ന് പറയുന്നത് മണ്ടത്തരമാണ്. മറിച്ച് ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്യും. എന്നാൽ ഞാൻ ആർജിച്ചെടുക്കേണ്ട, ഞാൻ അഴിച്ചെടുക്കേണ്ട പല കുരുക്കുകളുമുണ്ട്. ഇത് ഞാൻ ചെയ്യാൻ തയ്യാറാകണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ എങ്ങനെയാണ് ഈ കുരുക്കുകൾ വരുന്നത്? ഒരല്പം സഹാനുഭൂതിയും ഒരല്പം അനുകമ്പയും ഒരല്പം സ്നേഹവും നമ്മൾ ആളുകളോടൊക്കെ പ്രകടിപ്പിച്ചാൽ, വീട്ടിൽ സഹോദരങ്ങളോട് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളതല്ല. തെറ്റ് തന്നെയാണ്, തെറ്റിനെ ന്യായീകരിക്കരുത്. എന്നാൽ കരുതലും സ്നേഹവും സഹാനുഭൂതിയും ഉണ്ടോ, പല കെട്ടുകളും വീട്ടിൽ തന്നെ അഴിച്ചു കളയാൻ പറ്റും. നമ്മുടെ സുഹൃത്തുക്കളുടെ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ ബന്ധങ്ങളിൽ വരുത്തി വെക്കുന്നതായ പല കെട്ടുകളുടെയും കാരണം എന്താണെന്നറിയോ? ഈ സ്നേഹം പറ്റിപ്പോകുന്നതാണ്. അതിനാൽ ഞാനൊരു വായിച്ചറിഞ്ഞൊരു കഥയാണ്. ഒരിക്കലും ഒരു ഡോക്ടർ, വളരെ തിരക്കുള്ളൊരു ഡോക്ടറാണ്, ഈ അച്ഛന്മാരെ കുറിച്ചുള്ള കഥയാണ്. അച്ഛന്മാരെ കുറിച്ച് പറയാമല്ലോ, നിങ്ങൾ പറയാതിരുന്നാൽ മതി. അപ്പോൾ ഒരിക്കലും അച്ഛനിങ്ങനെ പള്ളിയിൽ കുർബാന ഇടയ്ക്ക് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു മൊബൈൽ, പണ്ടത്തെ മൊബൈലാണ്, അതിൽ പഴയ ഫോണിൻ്റെ കണക്കുള്ള അടിയാണ്. ശബ്ദം നോക്കി എല്ലാവരും കൂടെ അങ്ങോട്ട് ഞെട്ടിത്തിരിഞ്ഞു. അച്ഛൻ്റെ പ്രസംഗം വായുവിൽ അലിഞ്ഞു പോയി. അച്ഛനങ്ങ് ദേഷ്യം വന്നു. അച്ഛൻ നോക്കിയപ്പോൾ ഒരു ഡോക്ടറിൻ്റെ പോക്കറ്റിൽ, തിരക്കുള്ളൊരു ഡോക്ടറിൻ്റെ പോക്കറ്റിൽ മൊബൈൽ അടിച്ച. ഡോക്ടർ മൊബൈൽ എടുത്തുകൊണ്ട് പുറത്തിയാടി. അച്ഛൻ കുർബാന ഇങ്ങോട്ട് കഴിഞ്ഞിട്ട് ഡോക്ടർ വിളിച്ചു, ഡോക്ടർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിനിക്കിൽ ഇവിടെ പള്ളിയിൽ നിന്ന് ഇതും കൊണ്ട് ഈ കുന്തമൊന്നും ഇവിടെ വേണം. ഭയങ്കര വിഷമായി ഡോക്ടറിന്. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞപ്പം ഡോക്ടർ ഇതേപോലെ പള്ളിയിൽ നിൽക്കുമ്പോൾ വീണ്ടും ഒരു പേഷ്യൻ്റ് വിളിക്കുന്നു, ക്ണേങ്. അതോടുകൂടി ഡോക്ടറിന് ഭയങ്കര ടെൻഷൻ. ഡോക്ടറെ മൊബൈൽ എടുത്തോട്ട് ഒറ്റ ഓട്ടം വീട്ടിൽ പോയി. വികാരി അച്ഛൻ പുറകെ ചെന്ന് നോക്കിയപ്പം ഭാര്യയാണ് കിട്ടിയത്. ഭാര്യയോട് പറഞ്ഞു, ദൈവമേ, ഡോക്ടറിൻ്റെ അടുത്ത് ഞാൻ ഒരു തവണ വാണിംഗ് കൊടുത്താണ്, ഇനി മേലാൽ ഈ വക പരിപാടി. ഈ ഭാര്യയെ അവിടെ ഇട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഒരു വഴക്കച്ഛൻ. ഭാര്യ വീട്ടിൽ ചെന്നിട്ട് കേട്ടതിൻ്റെ ബാക്കിയെല്ലാം കൂടെ ഭർത്താവ് സങ്കടം സഹിക്കവയ്യ. പാവൻ ഡോക്ടർ സങ്കടം സഹിക്കവയ്യാതെന്ന് വൈകിട്ട് ബാറിൽ പോയി. ഇത് ദൈവവചനമല്ല. ബാറിൽ പോയി വൈകിട്ട് വാങ്ങിച്ച് കുടിച്ച് ബാലൻസ് പോയി. അങ്ങനെയൊന്നും കുടിക്കുന്നതല്ല, പക്ഷേ ഈ ദണ്ണം സഹിക്കാൻ വയ്യാതെ അങ്ങനെ ബാലൻസ് പോയി. അങ്ങനെ ചവിട്ടി നോക്കിയപ്പോൾ മേശപ്പുറത്തിരുന്നൊരു പ്ലേറ്റും ഗ്ലാസും കൂടെ തറയുന്ന വീണു. പടവെന്ന് അങ്ങ് പൊട്ടിപ്പോയി. അതിനേക്കാളും ടെൻഷൻ. അങ്ങനെ നിൽക്കുമ്പോൾ വെയിറ്റർ വന്നിട്ട് ഡോക്ടറിൻ്റെ പുറത്ത് തട്ടിട്ട് പറഞ്ഞു, ഡോണ്ട് വറി സാർ, ഡോണ്ട് വറി. അങ്ങനെ പ്ലേറ്റ് കൊണ്ടുപോയി വെച്ചിട്ട് വേറെ പുതിയ പ്ലേറ്റും പുതിയ ഗ്ലാസ്സൊക്കെ കൊണ്ടുവച്ച് അയാൾ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ചുരുക്കം പറയാമല്ലോ, അന്ന് മുതൽ ഈ ഡോക്ടർ അവിടുത്തെ സ്ഥിരം സന്ദർശകനായി മാറി. എവിടുത്തെ? പള്ളിയിലെ അല്ല. ഈ സഹാനുഭൂതി അവിടുത്തെ നിത്യ സന്ദർശകനാക്കി മാറ്റി. ഇതാണ് യഥാർത്ഥത്തിൽ മനുഷ്യരുടെയൊക്കെ ജീവിതം. കുഞ്ഞു ജീവിതങ്ങളാണ്. എങ്ങനെയാണ് കുരുക്ക് വീഴുന്നത്? ഈ സ്നേഹം നഷ്ടപ്പെടുന്നിടത്താണ്. മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നതാണ്.
ഒരുപക്ഷെ അബദ്ധങ്ങൾ ജീവിതത്തിലുണ്ടാകും. പക്ഷേ അതിനെ അഹങ്കാരമായി വിലയിരുത്തി, അതിനെ അജ്ഞതയായി വിലയിരുത്തി, ആലോചനക്കുറവായിട്ട് വിലയിരുത്തി, കളിയാക്കി, പരിഹസിച്ച്, കുറ്റം വിധിച്ച്, പഴിചാരി, അവഗണിച്ച് മാറ്റി നിർത്തുമ്പോൾ കുരുക്കുകൾ വീഴും. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ ആർക്കും അബദ്ധങ്ങൾ സംഭവിക്കും. പക്ഷേ ഒരു പടി കൂടി ചേർത്ത് നിർത്താൻ മനസ്സ് കാണിച്ചാൽ പല കുരുക്കുകളും അഴിയും. അല്ലാതെ ഈ കുരുക്കുകളുമായിട്ട് ദൈവത്തിന് മുൻപാകെ വന്നിട്ട് എല്ലാ കെട്ടുകളും കൊണ്ട് വന്നിട്ട് ദൈവമേ അഴിക്ക് എന്ന് പറയുമ്പോൾ കർത്താവ് പറയും, നീ അഴിച്ചാൽ മതി, അത് നിനക്ക് പറ്റൂന്നേ, നീ വിചാരിച്ചാൽ ആ കെട്ട് അഴിയും. ഇത് ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്വമാണ്. ഒരു വചനം കൂടെ വായിക്കുമ്പോൾ കൃത്യമായി നമുക്കത് മനസ്സിലാകും. അതിനുശേഷം നമുക്ക് ആരാധന പൂർത്തിയാക്കാം. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 25-ാമത്തെ വാക്യം വായിച്ചു കേൾക്കാം. ലൂക്ക 10-ാം അധ്യായം 25-ാം വാക്യം. അപ്പോൾ ഒരു നിയമജ്ഞൻ എഴുന്നേറ്റ് നിന്ന് അവനെ പരീക്ഷിക്കുവാൻ ചോദിച്ചു, ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? അവൻ ചോദിച്ചു, നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? നീ എന്ത് വായിക്കുന്നു? ശ്രദ്ധയോടെ കേൾക്കാം. ഒരിക്കല് ഒരു മനുഷ്യൻ വന്നിട്ട് ഈശോയോട് ചോദിക്കുകയാണ്. എന്താണ് ജൂലിയ ചോദിക്കുന്നത്? നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? അവന് വലിയ ആഗ്രഹമാണ്. നീ കുറെ നാളായിട്ട് പറയുന്നു, ദൈവരാജ്യം സ്വർഗരാജ്യം വരുന്നു, മനസാന്തരപ്പെടുവേ. ഈ നിത്യജീവൻ, ഈ സ്വർഗരാജ്യം അവകാശമാക്കാൻ, കൈമുതലാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? കർത്താവേ, നീ പറയുന്നത് പറുദീസ എനിക്ക് വേണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? ഉടനെ കർത്താവ് അവനോട് ചോദിക്കുന്ന ചോദ്യം ശ്രദ്ധിച്ചു കേട്ടോ. നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? നീ എന്ത് വായിക്കുന്നു? രണ്ടും രണ്ട് കാര്യമാണ്, ശ്രദ്ധിക്കണം. ഒന്ന്, നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു എന്ന് വെച്ചാൽ നിയമത്തിൽ, ബൈബിളിൽ, പ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെയാണ് നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ബൈബിളിലും. ഒരു വ്യത്യാസവും ഇല്ല. POC ബൈബിൾ ആണെങ്കിൽ ഈ ബൈബിളിലുള്ള അതേ കാര്യമാണ് ബൈബിൾ വീട്ടിലുണ്ടെങ്കിൽ ആ ബൈബിളിലും എഴുതിയിരിക്കുന്നത്. നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? രണ്ടാമത്തെ ചോദ്യം, ഞാൻ ഈ ബൈബിൾ വായിക്കുന്നത് പോലെ ആയിരിക്കില്ല ഇവിടെ ഇരിക്കുന്ന ബിജു, ഇവിടെ ഇരിക്കുന്ന ജെറിനോ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വായിക്കുന്നത്. നിങ്ങളും ബൈബിൾ വായിക്കുന്നവരാണ്, നിങ്ങളും ബൈബിൾ വായിക്കുന്നത് വ്യത്യാസമായിട്ടാണ് വായിക്കുന്നത്. ഞാൻ ഈ വായിക്കുന്നതിനകത്ത് എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, അതായിരിക്കില്ല നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് ഈശോ അവനോട് ചോദിക്കുന്നത്, നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, ബൈബിളിൽ എന്താണ് ഉള്ളത്. രണ്ട്, നീ എങ്ങനെ അത് വായിക്കുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിന്റെ മെത്തേഡ് ഓഫ് റീഡിങ്, നിന്റെ കാഴ്ചപ്പാട്, നീ എങ്ങനെ അതിനെ വായിച്ച് മനസ്സിലാക്കുന്നു. ഇത് നിത്യജീവന് വളരെ പ്രധാനപ്പെട്ടാണ്. നമ്മൾ എങ്ങനെ ഒരു വചനം കാണുന്നു. ചിലർ വായിക്കും, യൂദാസ് കെട്ട് ഞാൻ ചത്തു, ബൈബിൾ വചനമല്ലേ, ഞാനും അത് ചെയ്തേക്കാം എന്ന് കരുതുന്നവർ കാണും. എന്നാൽ എൻ്റെ വായന വളരെ പ്രധാനപ്പെട്ട. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എൻ്റെ ഉത്തരവാദിത്വം, എൻ്റെ കടമ, ഞാൻ ചെയ്യേണ്ട ചില ദൗത്യങ്ങളുണ്ട് ഇതിനകത്ത്. ഞാൻ എങ്ങനെ ഇത് വായിക്കുന്നു അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ എങ്ങനെ ഇത് മനസ്സിലാക്കുന്നു അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഈശോ പറയുക, കാത് തുറന്ന് കേൾക്കണം, കണ്ണ് തുറന്ന് കാണണം. അതിനാൽ ദൈവം നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിൽ നിന്നൊഴിഞ്ഞു മാറാൻ എനിക്കോ നിങ്ങൾക്കോ പറ്റില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ചെറിയ കാര്യം കൂടെ കണ്ടുകൊണ്ട് ആശീർവാദം സ്വീകരിക്കും. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് പരിചയമുള്ള സംഭവമാണ്. ആ സംഭവമാണ് സക്കേവൂസിൻ്റെ ഉപമ. സക്കേവൂസ്, ഈ മനുഷ്യൻ, നമ്മുടെ വിഷയം എന്താണ്? സ്വയം ഉണ്ടാക്കുന്ന കുരുക്കുകൾ നമ്മൾ തന്നെ അഴിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇപ്പം സക്കേവൂസിന് ഒരാഗ്രഹം. സക്കേവൂസിൻ്റെ പേര് ബൈബിൾ പറയുന്നത് സക്കേവൂസ്. ലൂക്ക 19-ന്റെ 1-ാം വാക്യം വായിച്ചേ. യേശു ജെറീക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു. അവിടെ സക്കേവൂസ് എന്നു പേരായ ഒരാൾ ഉണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. മതി. അപ്പോൾ ഇവനെ കുറിച്ച് പറയുന്നത് ചുങ്കക്കാരിൽ പ്രധാനി. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ബൈബിൾ പഠിക്കുന്നവർക്കറിയാം, അങ്ങനൊരു വാക്ക് ബൈബിളിൽ ആ കാലഘട്ടത്തിൽ അങ്ങനൊരു സ്ഥാനമില്ല.
എന്ത്? ചുങ്കക്കാരിൽ പ്രധാനി, ചീഫ് ടാക്സ് കളക്ടർ, അങ്ങനൊരു വാക്ക് ഇല്ല ബൈബിളിൽ. അങ്ങനെ എഴുതിയിരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? ഒരു കാര്യം പറയാനാണ്. ചുങ്കക്കാരെന്ന് പറയുന്നത് അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ പാപികളാണ്. 3 കാരണങ്ങൾ കൊണ്ട്. ഒന്നാമതായിട്ട്, ഇവർ യഹൂദരെ ഞെക്കിപ്പിഴിയുന്നവരാണ്. സ്വന്തം ജനത്തെ ഞെക്കിപ്പിഴിയുന്നവരാണ് ചുങ്കക്കാർ. ആ അർത്ഥത്തിൽ അവരുടെ കഴുത്തിന് പിടിക്കുന്നത് കൊണ്ട് പാപി. 2, ഇവർ ദേവാലയത്തിനെതിരെ തെറ്റ് ചെയ്യുന്നവരാ. എന്ന് വെച്ചാൽ ഇവരുടെ വിജാതീയരുടെ നാണയങ്ങൾ, അവരുടെ രാജാക്കന്മാരുടെ ലിഖിതവും പേരെഴുത്തുമൊക്കെയുള്ള പേരുകളുമൊക്കെയുള്ള നാണയങ്ങൾ കൊണ്ടുവന്ന് ഭണ്ഡാരത്തിലിടാനും ദേവാലയത്തിൽ വെച്ച് ചുങ്കം പിരിക്കാനും അങ്ങനെ ദേവാലയത്തിൽ ഇതെത്തിക്കാനും ഒക്കെയുള്ള ശ്രമം നടത്തുന്നത് കൊണ്ട് ഇവർ ദേവാലയത്തിനെതിരെ, ദൈവീക നിയമത്തിനെതിരെ പാപം ചെയ്യുന്നവരാ, പള്ളി കയറ്റാൻ കൊള്ളാത്തവരാ. 3, ഇവർ വിജാതീയ രാജാക്കന്മാർക്ക് വേണ്ടി നികുതി പിരിക്കുന്നവരാ. അവർക്ക് സ്വന്തം ദേശമല്ല, നാടല്ല പ്രധാനം, വിജാതീയ നാടാ, ഒറ്റുകാരാ. എല്ലാ അർത്ഥത്തിലും പാപികളാണ് ഈ ചുങ്കക്കാർ. ഈ ചുങ്കക്കാരിൽ പ്രധാനി എന്ന് പറയുമ്പോൾ പാപികളിൽ പ്രധാനി എന്നൊരു വാക്ക് ഉപയോഗിക്കുക. ചീഫ് സിന്നർ, പാപികളിൽ പ്രധാനി എന്ന് പറഞ്ഞാൽ ഇവൻ്റെ അത്രയും കൊടും പാപി. ഇങ്ങനെ പറയില്ലേ, കൊടും പാപി, വഞ്ചകൻ, ചാതിയൻ, മുതുപാപി എന്നൊക്കെ പറയും. അത്ര വലിയ പാപിയുടെ പേരാണ് ആര്? ഹലോ, സക്കേവൂസ്. സക്കേവൂസ്. ഇയാൾക്ക് ദൈവത്തെ ഒന്ന് കാണണം. ഉള്ളിൻ്റെ ഉള്ളിൽ എത്ര വലിയ കൊടും പാപിയാണെങ്കിലും ദൈവത്തെ ഒന്ന് കാണണം. ഇയാൾ ഓടി എവിടെ കയറി? ടെറസലോ, മരത്തെ കയറി. മരത്തിൻ്റെ മുകളിൽ കയറി ഈശോ വന്നു. നോക്കിയപ്പോൾ ഈശോയും സക്കേവൂസും തമ്മിലുള്ള അകലം എത്ര ദൂരം? ഒരു 10-20 അടി താഴെ. ഈശോയുടെ ഉച്ചി കാണാം, അത്ര അടുത്താണ്. കാഴ്ച കണ്ടു മതി. പക്ഷെ പ്രശ്നം അവിടെ അല്ല. ഈശോ മുകളിലോട്ട് നോക്കി, പിടിവിട്ടുപോയി. സക്കേവൂസ് ഇറങ്ങി വാ. 10 സെക്കൻഡ് ഡിം താഴെ. ഈശോയുടെ അടുത്തേക്ക് എത്താൻ ഇനി ഒരു 20 അടി. ഒരു 10 സെക്കൻഡ് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓടിയെത്തും. ടോട്ടൽ 20 സെക്കൻഡ് മതി ഈശോയുടെ അടുത്തെത്താൻ. ഈശോ അടുത്താണ്. പക്ഷേ ഈ സക്കേവൂസ് പടേന്നിറങ്ങി ഈശോയുടെ അടുത്ത് ഓടിയെത്തിക്കഴിഞ്ഞപ്പോൾ ഒരു സത്യം മനസ്സിലാക്കി. ഈശോ കാതങ്ങൾക്കകലെയാ നിൽക്കുന്നേ. ശ്രദ്ധിച്ചു കേൾക്കണം. ഇത്രയും അടുത്തോടി എത്തിയപ്പോൾ സക്കേവൂസിനൊരു കാര്യം മനസ്സിലായി. ഈശോ എന്നിൽ നിന്ന് ഒരുപാട് അകലെയാ. ഈശോ അവനെ നോക്കി, എടാ വഞ്ചക, ചുങ്കക്കാരിൽ പാപികളിൽ പ്രധാനി, പാവപ്പെട്ട മനുഷ്യന്റെ കഴുത്ത് പിടിച്ച് ഞെരുക്കുന്നവന്, എടാ ഒറ്റുകാരാ. ഒന്നും മിണ്ടിയില്ല. എന്താണെന്നറിയാമോ? ഈശോ വെറുതെ നിന്നു കൊടുത്തു. ഈശോയാകുന്ന കണ്ണാടിയുടെ മുൻപിൽ അവൻ അങ്ങോട്ട് നിന്നിട്ട് അവൻ സ്വയം തൻ്റെ കുരുക്കുകൾ അഴിച്ചു. കർത്താവിന് വേണമെന്നുണ്ടെങ്കിൽ നീ ഒന്നും പറയണ്ട, പോരാ, നിന്നെ ഞാൻ രക്ഷിച്ചിരിക്കുന്നു. കർത്താവ് വെറുതെ നിന്നു കൊടുത്തു. ഈ കണ്ണാടിയുടെ മുൻപിൽ നിന്ന് സക്കേവൂസ് തൻ്റെ കുരുക്കുകൾ മുഴുവനും അഴിക്കാൻ തുടങ്ങി. അവൻ പറഞ്ഞു, ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കർത്താവേ 4 ഇരട്ടി തിരിച്ചു കൊടുക്കും, എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. ഈശോ അവനെ നോക്കി പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. അവൻ സ്വയം ഈ കുരുക്കഴിക്കാൻ തയ്യാറായപ്പോ, പ്രിയപ്പെട്ടവരെ, ഹോൾസെയിലായിട്ട് രക്ഷ. അവന് മാത്രമല്ല, അവൻ്റെ കുടുംബം, ഭാര്യ, മക്കളും എല്ലാം രക്ഷ. അവന് മാത്രമല്ലെന്നേ, അവൻ്റെ ഫാമിലിക്ക് മുഴുവൻ രക്ഷ. ഇതുകൊണ്ട് ആളുകൾ പിറുപിറുത്തു, ഈശോ ദേ പാപിയുടെ വീട്ടിൽ പോയി താമസിക്കാൻ പോകുന്നു, പാപിയുടെ വീട്ടിൽ ചീഫ് സിന്നർ. ഈശോ അവരോട് പറഞ്ഞു, സോറി, അവൻ്റെ അഡ്രസ്സ് മാറി. ആരുടെ? സക്കേവൂസിൻ്റെ. ഇതുവരെ അവൻ സക്കേവൂസ്, പാപികളിൽ ഒന്നാമൻ, ജെറിക്കോപ്പിയോ, പലസ്തീന, ഇങ്ങനായിരുന്നു അവൻ്റെ പേര്. സക്കേവൂസ്, പാപികളിൽ ഒന്നാമൻ, ജെറിക്കോപ്പിയോ, പലസ്തീന. ഇപ്പം അവൻ്റെ പേര് മാറ്റി. ഈശോ പറഞ്ഞു, സക്കേവൂസ്, അബ്രഹാമിൻ്റെ മകൻ, സ്വർഗം പിയോ, വയാ യേശു ക്രിസ്തു. അഡ്രസ്സ് മാറി. എന്താ കാര്യം? ഈശോ അവൻ്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞില്ല, മറിച്ച് അവൻ്റെ കുരുക്കഴിക്കാൻ ഈശോയാകുന്ന കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് അവൻ്റെ കുരുക്കഴിച്ചപ്പോൾ അവന് മനസ്സിലായി ഈശോ അടുത്തു. പ്രിയപ്പെട്ടവരെ,
ഇത്രയും ഓടി അടുത്തിട്ടും ഈശോ അകലെയാണെന്ന് മനസ്സിലാക്കിയത് എങ്ങനെയാ? ഈശോയുടെ മുമ്പിൽ നിന്ന് സ്വയം കുരുക്കഴിക്കാൻ തീരുമാനിക്കുമ്പോഴാണ്. മാനസാന്തരം എന്ന് പറയുന്നതാണ്. അതിനാൽ ദൈവം നമ്മിൽ നിന്ന് ഇന്ന് രാത്രി ആഗ്രഹിക്കുന്ന ഒരു പ്രധാന കാര്യം, എൻ്റെ സകല ജീർണതകളോടുകൂടെ എൻ്റെ കർത്താവിൻ്റെ മുൻപിൽ നിൽക്കുക. സ്വയം നമ്മെ തന്നെ ഫേസ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ഭയം. ഈ ധ്യാനം, ഞാൻ ഒരു 10-30 ദിവസത്തേക്ക് ഒരു സ്ഥലത്ത് പോയി. ഞാൻ അവിടെ ഇരിക്കുന്നത് സൈലൻസിൽ നിശബ്ദതയിലാണ് ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇടയ്ക്ക് അവിടെ വാഗമൺ ഒരു സ്ഥലമാണ്. അപ്പോൾ ധാരാളം ഹോം സ്റ്റേകളുണ്ട്. അപ്പോൾ നല്ല നിശബ്ദതയായതുകൊണ്ട് ചില ഹോം സ്റ്റേകളിൽ നിന്ന് രാത്രിയുടെ യാമങ്ങളിൽ പാട്ടുകൾ ഇങ്ങനെ DJ പാർട്ടി. ഈ പാട്ടുകളുടെ ഇടയിൽ കൂക്കി വിളികളും ബഹളങ്ങളും, ഇതൊരു 10-11 മണി വരെയൊക്കെ പോകും. അങ്ങ് ദൂരേന്ന് കേൾക്കാം. എന്താണ് ഇങ്ങനെയും കിടന്ന് കാറിക്കൂവാൻ? ഒറ്റ കാര്യമുള്ളൂ, സ്വയം അഭിമുഖീകരിക്കാൻ, സ്വയം നേരിടാൻ ഭയമാണ് മനുഷ്യന്. അതുകൊണ്ടാണ് ഈ കാറിച്ച, ഈ അലർച്ച, ഈ ഒളിച്ചോട്ടങ്ങൾ. സിംഹത്തെ നേരിടാം, കടുവയെ നേരിടാം, പക്ഷെ സ്വന്തം മനസ്സിൻ്റെ മുൻപിൽ, സ്വന്തം ജീർണതയുടെ മുൻപിൽ ഒരാൾക്ക് ഫേസ് ചെയ്യാൻ പാടാ. പിടിച്ചു, ഇതാണോ ഞാൻ? ഇതിൻ്റെ പേരാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ധ്യാനം. സഖ്യബൂസ് സ്വന്തം ജീർണതകളുമായിട്ട് ഈശോയുടെ നിർമ്മലമായ ജീവിതത്തിന് മുമ്പിൽ നിന്നപ്പോൾ അവന് മാറ്റമുണ്ടായി. ഇത് നമ്മൾ അഴിക്കണം. ഇതാണ് സ്വയം അഴിക്കേണ്ട കുരുക്കുകൾ. ഞാൻ എന്നെ തന്നെ നേരിടുക, സ്വയം വീക്ഷിക്കുന്ന പ്രക്രിയയാണ്. ചെളി കഴുകുവാൻ കാട്ടുന്ന ഈ ധിഷണാശക്തി ഉണ്ടല്ലോ, ഇതിൻ്റെ പേരാണ് ധ്യാനം എന്ന് പറയുക. അപ്പോൾ അതുകൊണ്ട് ഈശോ നമ്മെ തന്നെ ജീവിതത്തിൽ സ്വയം വിലയിരുത്താനും നമ്മുടെ ഗുരുക്കൾ നമ്മൾ അഴിക്കാനും തയ്യാറായാൽ ഈശോ സഹായിക്കും. അതിന് വേണ്ടുന്ന ജ്ഞാനം തരും, കഴിവ് തരും, ആളുകളെ കണ്ടുമുട്ടിച്ചു തരും, ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് പറഞ്ഞു തരാൻ ആളുകളെ നമുക്ക് പരിചയപ്പെടുത്തി തരും. നമ്മൾ സ്വയം മാറാൻ തയ്യാറാകണം. ഇത് ഈശോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കും. നമുക്ക് അല്പനേരം കൂടി ഇങ്ങനെയുള്ള ഈ ഇരടികളൊക്കെ പാടി നമ്മൾ അല്പനേരം കൂടി ധ്യാനപൂർവ്വം നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നമുക്കൊന്ന് പ്രവേശിക്കാം. ബഹളങ്ങൾ എന്നതിനേക്കാൾ ഉപരി, ബഹളങ്ങൾ നല്ലതാണ്, അങ്ങനെയുള്ള ആരാധനകളുണ്ട്. എന്നാൽ നമ്മൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, 3 വർഷമായിട്ട് ഈ ആരാധനയ്ക്ക് വരുന്നവർ ബഹളങ്ങളെക്കാൾ ഉപരി പ്രാർത്ഥിക്കാൻ വരുന്നവരാണ്. ആൾക്കൂട്ടമല്ല ദൈവം ഇവിടെ ആഗ്രഹിക്കുന്നത്. ഈ ധിഷണാശക്തിയോടുകൂടി സ്വയം എൻകൗണ്ടർ ചെയ്യാനും ദൈവം മുൻപാകെ നിന്നുകൊണ്ട് കരുത്താർജിക്കാനും ആഗ്രഹിക്കുന്നവരാണ്. അതിനുള്ള അവസരം ദൈവം തരികയാണ് നമുക്ക്. നമ്മെ തന്നെ നേരിടാനുള്ള, ദൈവം മുൻപാകെ നമ്മുടെ സകല ജീർണതകളോടും കുറവുകളോടും കൂടി നിൽക്കാനുള്ള അവസരം തരികയാണ്. നിങ്ങളിതിനെ വിലപ്പെട്ടതായി കണ്ട് മുതലെടുക്കണം. കർത്താവ് കൂടെ നിന്ന് നമ്മെ സഹായിക്കും. അങ്ങനെ കർത്താവ് സ്വർഗത്തിൽ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കും. സ്വർഗത്തിൽ ദൈവം അഭിമാനത്തോട് പറയും, കാണാം എൻ്റെ കൊച്ചിനെ, കാണെൻ്റെ ചെറുക്കനെ. അവൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ എത്രയാണെങ്കിലും അവൻ നേരിടാൻ തയ്യാറാണ്.